ലോകത്ത് ആർക്കാണ് ഏറ്റവും പെട്ടെന്ന് വിൽക്കാൻ പറ്റുന്നതെന്നറിയോ? ഏത് കസ്റ്റമറിനാണെന്നറിയോ? വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന കസ്റ്റമർ. ഇപ്പോൾ വാങ്ങിക്കാൻ കടയിലോ നമ്മുടെ അടുത്തോ വന്നിട്ട് പേഴ്സുമായിട്ട് നിൽക്കുന്ന കസ്റ്റമർ എടുത്ത് എന്തും വിൽക്കാം. അവിടെയാണ് നമ്മൾ സ്മാർട്ടായിട്ട് കളിക്കേണ്ടത്. ബണ്ടിൽ ഉണ്ടാക്കാൻ പഠിക്കണം. ബണ്ടിൽ, കോംബോ ഓഫർ. ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് സിംഗിൾ പ്രൊഡക്ട്സ് അല്ല, കോംബോയാണ്, ബണ്ടിൽ. സോ നമുക്കും ചെയ്യാൻ പറ്റണം, ബണ്ടിൽ ഓഫർ വിൽക്കാൻ പറ്റണം. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് കാണും. നമുക്ക് നമ്മളുടെ പ്രൊഡക്റ്റിനെ 3 തരംതിരിക്കാൻ പറ്റും. FSN. ഒന്ന് ഫാസ്റ്റ് മൂവിങ് പ്രൊഡക്റ്റ്, 2 സ്ലോ മൂവിങ് പ്രൊഡക്റ്റ്, 3 നോൺ മൂവിങ് പ്രൊഡക്റ്റ്. ഒന്ന് പെട്ടെന്ന് വിറ്റ് പോകുന്ന പ്രൊഡക്റ്റ്, 2 അത്ര പെട്ടെന്ന് പോകത്തില്ല, 3 ഒട്ടും പോകത്തില്ല. ഫാസ്റ്റ് മൂവിങ്, സ്ലോ മൂവിങ്, നോൺ മൂവിങ്. ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കുമ്പോൾ 1 സൈഡ് ടിക്കറ്റ്, 2 വേ ടിക്കറ്റ്, റൗണ്ട് ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ കോംബോ ഓഫർ. ഇല്ലെങ്കിൽ എന്തായിരിക്കും? ഇങ്ങോട്ട് വരുന്നത് എമിറേറ്റ്സിനും അങ്ങോട്ട് പോകുന്നത് എയർ ഇന്ത്യയ്ക്കും ആയിരിക്കും. ഇതാകുമ്പോഴോ സെയിം ഫ്ലൈറ്റ്. വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന കസ്റ്റമർ പെട്ടെന്ന് തീരുമാനമെടുക്കും. എങ്ങനെയാണ്? നിങ്ങളുടെ ഷാമ്പൂ മേടിക്കാൻ ചെല്ലുമ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? ബണ്ടിൽ ചെയ്ത് അതിൻ്റെ ഒപ്പം കണ്ടീഷണറും വെച്ചിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഈ കണ്ടീഷണർ ആളുകൾ വാങ്ങിക്കാൻ തുടങ്ങി? നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ ഷാമ്പൂ യൂസ് ചെയ്യുമായിരുന്നു, കണ്ടീഷണർ കണ്ടിട്ടില്ല. ഏതോ ഒരുത്തൻ്റെ തലയിൽ തോന്നിയ ഐഡിയയാണ് ഷാമ്പൂ പ്ലസ് കണ്ടീഷണർ. ഇപ്പം അതില്ലാതെ പറ്റില്ല, അതില്ലാതെ ഇതില്ല. എവിടെയായിരുന്നു ഇത്? എവിടെയായിരുന്നു? ഇപ്പം സോപ്പ് മേടിക്കാൻ ചെല്ലുമ്പോൾ ഒരു സോപ്പായിട്ടല്ല, ഇപ്പം ബണ്ടിലാണ്. 6 എണ്ണം, 9 എണ്ണം, 12 എണ്ണം കെട്ടി ഓഫറാക്കി വെച്ചിരിക്കുക. കാണുമ്പോൾ തന്നെ നമ്മൾ ആ ഓഫർ എന്നൊക്കെ കാണുമ്പോഴേ പോയി എടുക്കുക. എന്താ ഓഫർ എന്നൊന്നും നോക്കുന്നില്ല. 6 എണ്ണം സെപ്പറേറ്റ് മേടിച്ച് ഇതിനേക്കാൾ ചിലപ്പം വില കുറവായിരിക്കും. പക്ഷേ ആ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഓഫർ കാണുമ്പോൾ നമുക്കങ്ങ് തോന്നുകയാണ് അത് നല്ലതാണ് എന്ന്.